ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിട്ടില്ലെന്ന തലാലിന്റെ സഹോദരന്റെ വാദം തള്ളി തലാൽ ആക്ഷൻ കമ്മിറ്റി വക്താവ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ട്. മതപണ്ഡിതരുടെ ഇടപെടലിന് പിന്നാലെയാണ് തീരുമാനമെന്ന് ആക്ഷൻ കമ്മിറ്റി വക്താവ് സർഹാൻ ഷംസാദ് അൽബിസ്വാഫി പറഞ്ഞു. തലാലിന്റെ സഹോദരൻ ഫത്താവ് പുറത്തുവിടുന്ന വിവരങ്ങൾ ആധികാരികമല്ല എന്നും ആക്ഷൻ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. സാനിയോ മനോബി നൽകും വിശദാംശങ്ങൾ. സാനിയോ, തലാലിന്റെ സഹോദരന്റെ പേരിൽ എന്നവണ്ണോണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരണങ്ങൾ വന്നിരുന്നു. ഈ വധശിക്ഷ എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അതിനെയൊക്കെ തള്ളിക്കൊണ്ടാണ് ഈ ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്താണ് വിവരം? ആര്യ, തികച്ചും പ്രതീക്ഷയുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നിമിഷപ്രിയ കേസിൽ കാന്തപുരത്തിന്റെയും യമനിലെ സൂഫി പണ്ഡിതന്റെയും ഇടപെടലുകളെ നിഷേധിച്ചുകൊണ്ടും വധശിക്ഷ റദ്ദാക്കിയ അറിയിപ്പിനെ നിഷേധിച്ചുകൊണ്ടുമുള്ള തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വാദങ്ങളെ തള്ളിക്കൊണ്ടാണ് തലാൽ ആക്ഷൻ കൗൺസിൽ സ്പോക്ക് പേഴ്സൺ ആയിരുന്ന യമൻ ആക്ടിവിസ്റ്റ് സർഹാൻ ഷംസാൻ അൽ വിസ്വാബി രംഗത്ത് വന്നത്. മതപണ്ഡിതന്മാരുടെ ഉന്നത ഇടപെടലിലൂടെ വധശിക്ഷ റദ്ദായിട്ടുണ്ടെന്നും നിമിഷപ്രിയയുടെ മോചനത്തിലേക്കുള്ള വഴികൾ തുറക്കുന്നുണ്ട് എന്നുമാണ് സർഹാൻ ഷംസാദ് ഫേസ്ബുക്ക് ലൈവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഫത്താഹ് പുറത്തുവിടുന്ന വിവരങ്ങളും രേഖകളും ആധികാരികമല്ലെന്നും വ്യാജമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ഒരു യമനി എന്ന നിലയിൽ ഖിസാസ് അഥവാ പ്രതികാര കൊല നടപ്പിലാക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും സർഫാൻ ഷംസാൻ പറയുന്നുണ്ട്. പക്ഷേ സൂഫി പണ്ഡിതരുടെ ഇടപെടലിലൂടെ അതിനുള്ള സാധ്യത ഇല്ലാതായിരിക്കുന്നുവെന്നും സർഫാൻ ഉറപ്പിച്ചു പറയുന്നു. അതേസമയം കാന്തപുരത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് യമനിലെ സൂഫി പണ്ഡിതർ തലാലിന്റെ പിതാവുമായി നടത്തിയ ചർച്ച വിജയകരമാണെന്നാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ.